കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മമത ശത്രുരാജ്യങ്ങളോടാണെന്ന് ബി.ജെ.പി. മുൻ സംസ്ഥാന പ്രസിഡന്റ് കെ. സുരേന്ദ്രൻ. ബി.ജെ.പി. ജില്ലാ കമ്മിറ്റി കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സംഘടിപ്പിച്ച ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു കെ. സുരേന്ദ്രൻ. വരും ദിവസങ്ങളിൽ പാക് പൗരന്മാരെ കേരളത്തിൽ നിന്നും ഒഴിവാക്കുവാൻ തയ്യാറായില്ലെങ്കിൽ ശക്തമായ സമര പരിപാടികളുമായി ബി.ജെ.പി. മുന്നോട്ടു പോകുമെന്നും കെ. സുരേന്ദ്രൻ പറഞ്ഞു. ജനാർദ്ദൻ ഹോസ്പിറ്റലിൽ ലാപ്രോസ്കോപ്പിക് സർജറിയും മൾട്ടി സ്പെഷ്യാലിറ്റി ആധുനിക ചികിത്സയ്ക്കും ഞങ്ങൾ പ്രാധാന്യം നൽകുന്നു. വിവിധ സ്പെഷ്യാലിറ്റികളിലുടനീളം ഞങ്ങൾ സമഗ്രമായ സേവനങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ജനാർദ്ദൻ ഹോസ്പിറ്റൽ, ബാങ്ക് റോഡ്, കാസർഗോഡ്. പാകിസ്ഥാൻ സ്വദേശികളെ രാജ്യത്ത് നിന്ന് പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് ബി.ജെ.പി. കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ധർണ സംഘടിപ്പിച്ചു. ബി.ജെ.പി. മുൻ സംസ്ഥാന പ്രസിഡന്റ് കെ. സുരേന്ദ്രൻ ധർണ ഉദ്ഘാടനം ചെയ്തു. കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി എല്ലാ കാലത്തും ശത്രു രാജ്യങ്ങളെ അനുകൂലിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചതെന്ന് കെ. സുരേന്ദ്രൻ പറഞ്ഞു. പാകിസ്ഥാനെ സഹായിക്കുന്ന ചൈനയോടാണ് CPM-ന് പ്രതിബദ്ധത. ഏപ്രിൽ 29 കേരളത്തിലുള്ള 150-ൽ പരം പാകിസ്ഥാനികളിൽ 145 പേർ ഭാരതം വിട്ടിരിക്കണമെന്ന കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ ഉത്തരവിനോട് തികഞ്ഞ അലംഭാവത്തോടെയാണ് കേരളം പ്രതികരിച്ചത്. നാമമാത്രമായ ആളുകൾ മാത്രമാണ് കേരളത്തിൽ നിന്നും തിരിച്ചുപോയത്. വരും ദിവസങ്ങളിൽ പാക് പൗരന്മാരെ കേരളത്തിൽ നിന്നും ഒഴിവാക്കുവാൻ തയ്യാറായില്ലെങ്കിൽ ശക്തമായ സമര പരിപാടികളുമായി ബി.ജെ.പി. മുന്നോട്ടു പോകുമെന്നും കെ. സുരേന്ദ്രൻ പറഞ്ഞു. പിണറായി വിജയന്റെ കാര്യവും അത് തന്നെയാണ്. ഈ രാജ്യത്തെക്കാൾ കൂറ് കമ്മ്യൂണിസ്റ്റുകാർക്ക് എല്ലാ കാലത്തും ശത്രു രാജ്യങ്ങളോടാണ്. അപ്പൊ അവരുടെ ഉദ്ദേശം ചൈനയെ സഹായിക്കുക, ചൈനയുടെ സഖ്യകക്ഷിയായിട്ടുള്ള പാകിസ്ഥാൻ അനുകൂലമായ നിലപാട് സ്വീകരിക്കുക, അതുവഴി കേരളത്തിൽ ഒരു ധ്രുവീകരണം ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് പരിശ്രമിക്കുക. ഇതാണ് നടക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് പാകിസ്ഥാൻ പൗരന്മാരെ തിരിച്ചയക്കുന്ന കാര്യത്തിൽ സംസ്ഥാന ഗവൺമെന്റ് കുറ്റകരമായിട്ടുള്ള അനാസ്ഥ ഇവിടെ തുടരുന്നത്. CPM-ന്റെ നിലപാട് ഈ രാജ്യത്തിന് അനുകൂലമായിട്ടുള്ള നിലപാടല്ല. ഈ രാജ്യത്തെ അസ്ഥിരപ്പെടുത്താൻ ശ്രമിക്കുന്ന ശക്തികളെ വളർത്തുന്ന നിലപാടാണ്. വെറുതെ പറയുന്നതല്ല. ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് പാകിസ്ഥാൻ കവലയുണ്ടോ? നമ്മുടെ കേരളത്തിലുണ്ട്. ഡോക്ടർ ഹെഡ്ഗേവാറിന്റെ പേരിൽ ഒരു സ്കൂളിന് പേരിടാൻ തീരുമാനിച്ചപ്പോൾ ഇവരെല്ലാം ബഹളമാണ്. പക്ഷെ മുഹമ്മദ് അലി ജിന്നയുടെ പേരിൽ ഇവിടെ റോഡുകളുണ്ട്, പാകിസ്ഥാൻ കവലകളുണ്ട്, പാകിസ്ഥാൻ മുക്കുകളുണ്ട്. പാക് അനുകൂല നിലപാട് സ്വീകരിക്കുന്നവരെ താലോലിക്കുന്ന രാഷ്ട്രീയമാണ് കേരളത്തിലുള്ളത്. ബി.ജെ.പി. ജില്ലാ പ്രസിഡന്റ് M.L. അശ്വിനി അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടറി കെ. ശ്രീകാന്ത്, വി. രവീന്ദ്രൻ, വി. ബാലകൃഷ്ണ ഷെട്ടി, രവീശതന്ത്രി കുണ്ടാർ, സതീഷ് ചന്ദ്ര ഭണ്ഡാരി, PR സുനിൽ, കെ. നാരായണൻ, മനുലാൽ മേലത്ത്, N. ബാബുരാജ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.